പ്രൈസ് ദ ലോർഡ്. വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു. മീക്ക പ്രവചനം 7-ാം അധ്യായം 8-ാം വാക്യം: എൻ്റെ ശത്രുവായവളെ, എന്നെ ചൊല്ലി സന്തോഷിക്കരുത്. വീണു എങ്കിലും ഞാൻ വീണ്ടും എഴുന്നേൽക്കും. ഞാൻ ഇരുട്ടത്ത് നടന്നാലും യഹോവ എനിക്ക് വെളിച്ചമായിരിക്കുന്നു. ഹല്ലേലൂയ. ഇസ്രായേലിൻ്റെ ഒരു വിജയ ഗാനമത്രേ ഇത്. മീക്ക പ്രവചനം 7-ാം അധ്യായത്തിൻ്റെ 1 മുതൽ വായിക്കുമ്പോൾ ഒരു തലക്കെട്ടിങ്ങനെ നാം വായിക്കുന്നത് ഇസ്രായേലിൻ്റെ കഷ്ടത. എന്നാൽ 8 മുതൽ പറയുന്നു, 8-ാം വാക്യം മുതൽ ഇസ്രായേലിൻ്റെ വിജയത്തിൻ്റെ പാട്ടത്രേ. ജീവിതത്തിൽ കഷ്ടതകളും പ്രയാസങ്ങളും വന്നാലും അല്ലെങ്കിൽ അതിനെ ജയമാക്കി മാറ്റുവാൻ കർത്താവിന് സാധിക്കും. പ്രതിസന്ധിയും പ്രതികൂലവും ഇല്ലെന്നല്ല, പ്രയാസങ്ങൾ ഇല്ലെന്നല്ല. യേശു കർത്താവ് പറയുന്നു, നിങ്ങൾക്ക് ലോകത്തിൽ കഷ്ടമുണ്ട്, എന്നാൽ ഭയപ്പെടേണ്ട, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. അപ്പോസ്തലനായ പൗലോസ് ജീവിതത്തിൽ ഒത്തിരി പ്രതിസന്ധിയിലൂടെ ഒത്തിരി പ്രതിസന്ധിയിലൂടെ കടന്നുപോയപ്പോൾ അതിനെ അക്കമിട്ട് ഹല്ലേലൂയ 2 കൊരിന്ത്യർ 11-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നു. ഒത്തിരി പ്രയാസങ്ങൾ തനിക്ക് ഹല്ലേലൂയ നേരിട്ട, തൻ്റെ ജീവിതത്തിൽ നേരിട്ട ആപത്തുകൾ, പ്രയാസങ്ങൾ, ഹല്ലേലൂയ ശിക്ഷകൾ, ഹല്ലേലൂയ ജീവിതത്തിൽ വന്ന ദാരിദ്ര്യം, നഗ്നത, അപമാനം എല്ലാം അക്കമിട്ട് പറഞ്ഞു. അതുതന്നെ റോമാലേഖനം ഹല്ലേലൂയ 8-ാം അധ്യായത്തിൽ നാം വായിക്കുന്നു. 8-ാം അധ്യായം 37 മുതൽ നാം വായിക്കുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞിട്ട് അപ്പോസ്തലൻ പറയുന്ന ഒരു കാര്യമുണ്ട്: നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു. നമ്മുടെ ജീവിതം അതുകൊണ്ട് തീർന്നു പോയിട്ടില്ല. നഗ്നത കൊണ്ടോ, പട്ടിണി കൊണ്ടോ, പരിഹാസം കൊണ്ടോ, ശിക്ഷ കൊണ്ടോ, അടി കൊണ്ടോ, അല്ലെ രോഗങ്ങൾ കൊണ്ടോ ജീവിതം തീർന്നു പോയില്ല. നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു എന്ന് ധൈര്യത്തോടെ പറയാൻ സാധിക്കുന്നു. ഇതാ മീക്ക പ്രവചനത്തിൻ്റെ 7-ാം അധ്യായത്തിലും നാം വായിക്കുന്ന ആശയം അതുതന്നെയാണ്. ദേശത്തിൽ ഒത്തിരി നാശം കാണുന്നു, അല്ലെങ്കിൽ ദേശത്ത് ദുഷ്ടത പെരുകിയിരിക്കുന്നു, ദൈവത്തിൻ്റെ ന്യായവിധി വരുന്നു, ദേശത്തിൽ ഒത്തിരി ഹല്ലേലൂയ പ്രയാസങ്ങളും നാശങ്ങളും ഭവിക്കുമ്പോൾ ഇസ്രായേലിന് ആത്മീകമായിട്ടും വലിയ അധപ്പതനമാണ് ഉണ്ടാകുന്നത്. ആത്മീക നേതാക്കന്മാർ അധപ്പതിച്ചു പോകുന്നു. ദൈവത്തെ അന്വേഷിക്കാത്ത ഒരു തലമുറ, ഹല്ലേലൂയ. കുടുംബത്തിൻ്റെ ബന്ധങ്ങൾ ശിഥിലീകരിക്കപ്പെട്ടിരിക്കുന്നു. ഹല്ലേലൂയ. ജീവിതത്തിൽ നാം കാണുന്നത് ന്യായം വിധിക്കുന്ന ന്യായാധിപന്മാർ പോലും കൈക്കൂലി വാങ്ങിക്കുന്നു. അധപ്പതനത്തിൻ്റെ അങ്ങേയറ്റം ദേശത്ത് കാണാൻ സാധിക്കുന്നു. ഹല്ലേലൂയ. പ്രവാചകന്മാർ അതുകൊണ്ട് ഹല്ലേലൂയ ഇതെല്ലാം നോക്കിയിട്ട്, ഹല്ലേലൂയ, ആത്മീകമായ ഈ അധപ്പതനത്തെ നോക്കിയിട്ട് ദൈവത്തിങ്കലേക്ക് നോക്കി ദൈവികമായ പ്രത്യാശ പ്രാപിച്ചിട്ട് ജനത്തോട് പറയുക, ഹല്ലേലൂയ, നിങ്ങൾ ഭയപ്പെടേണ്ട, ശത്രുവായവളെ, ഇപ്പോൾ ഹല്ലേലൂയ ഈ ജനം വീണു പോയാലും അവരെഴുന്നേൽക്കും. നമുക്കും ധൈര്യത്തോടെ പറയാൻ സാധിക്കണം, ജീവിതത്തിലെ എന്ത് പ്രതിസന്ധിയുടെ നടുവിലും നമ്മെ എഴുന്നേൽപ്പിക്കുന്ന, നമ്മെ മാനിക്കുന്ന, നമ്മുടെ ദുഃഖത്തെ, വിലാപത്തെ, നമ്മുടെ പ്രതിസന്ധിയെ ജയമാക്കി മാറ്റുന്ന ഒരു കർത്താവ് നമുക്കുണ്ട്. അവൻ മരണത്തെ ജയിച്ചവനാ, പാതാള ഗോപുരങ്ങളെ തകർത്തവനാ, ശത്രുവിനെ ആയുധവർഗം വെച്ച് കീഴടക്കിയ ദൈവമാ. ഈ ഒരു പ്രത്യാശ നമുക്കുണ്ടോ? നിശ്ചയമായി നമുക്കും ധൈര്യമായിട്ട് പറയാൻ സാധിക്കും. ശത്രുവായവളെ, ശത്രുവായവനെ, ചുറ്റും എന്നെ നോക്കി ചിരിക്കുന്ന അന്ധകാര ശക്തികളെ, ഞാൻ വീണെന്ന് നിങ്ങൾ വിചാരിച്ചാലും ഇത് വീണതല്ല. നീതിമാൻ 7 പ്രാവശ്യം വീണാലും അവൻ നിലംപരിചാകത്തില്ല. അവനെ എഴുന്നേൽപ്പിക്കുന്ന, അവൻ്റെ തല ഉയർത്തുന്ന, അവനെ മാനിക്കുന്ന ഒരു ദൈവമുണ്ട്. എനിക്കൊരു കർത്താവുണ്ട്, മരണത്തെ ജയിച്ച ഒരു ദൈവമുണ്ടെന്ന് ധൈര്യത്തോടെ പറയാൻ സാധിക്കണം. ഇതാ ഹല്ലേലൂയ പ്രവാചകൻ എടുക്കുന്ന 3 തീരുമാനങ്ങൾ. ഒന്ന്, എൻ്റെ നോട്ടം 7-ാം വാക്യത്തിൽ പറയുന്നു, ഞാനോ യഹോവയെങ്കിലേക്ക് നോക്കും, എൻ്റെ രക്ഷയുടെ ദൈവത്തിനായി കാത്തിരിക്കും. എൻ്റെ ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കും. അദ്ദേഹം എടുക്കുന്ന 3 തീരുമാനങ്ങൾ. ഒന്ന്, എൻ്റെ നോട്ടം കർത്താവിങ്കിലേക്കായിരിക്കും. പ്രിയരെ, ജീവിതത്തിൻ്റെ ആവശ്യങ്ങളിൽ, ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ, രോഗത്തിൽ, പ്രതിസന്ധിയിൽ, കടഭാരത്തിൽ, അല്ലെങ്കിൽ ദുഃഖത്തിൻ്റെ നടുവിൽ നിങ്ങളുടെ നോട്ടം എങ്ങോട്ടാ? നിങ്ങളെ സഹായിക്കുന്ന മനുഷ്യൻ്റെ മുഖത്തേക്കാണോ? സഹായിപ്പാൻ കഴിയാത്ത മനുഷ്യപുത്രന്മാരിൽ ആശ്രയിക്കരുതെന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നു. ഇന്ന് പകൽക്കാലവും കൊലോസ്യ ലേഖനം 3-ാം അധ്യായത്തിൽ നാം വായിക്കുന്ന പ്രകാരം നമ്മുടെ നോട്ടം ഉയരത്തിൽ, ദൈവത്തിൻ്റെ വലതുഭാഗത്ത് നമ്മുടെ കർത്താവിരിക്കുന്ന ഇടത്തിലായിരിക്കട്ടെ. നമ്മുടെ ചിന്തകൾ ഭൂമിയിലല്ല, നമ്മുടെ നോട്ടം ഭൂമിയിലല്ല, നമ്മുടെ നോട്ടം ഉയരത്തിലാണോ?
നോട്ടം കർത്താവിങ്കിലേക്കാണോ? വേദപുസ്തകം പറയുന്നു, അവൻ്റെ മുഖത്തേക്ക് നോക്കിയ ഒരുത്തനും ലജ്ജിച്ചു പോയിട്ടില്ല. ബ്രദർ, സിസ്റ്റർ, നിങ്ങൾ ലജ്ജിച്ചു പോകത്തില്ല. നിങ്ങളുടെ വീട് ലജ്ജിച്ചു പോകത്തില്ല. നോട്ടം കർത്താവിങ്കിലേക്കാക്കിയിട്ട് ഒന്നാമത്തെ തീരുമാനം നോട്ടം കർത്താവിലായിരിക്കണം. 2, ഈ പ്രവാചകൻ പറയുന്നു, ഞാൻ കർത്താവിന് വേണ്ടി കാത്തിരിക്കും. പ്രിയരെ, നാം ഏതിനായിട്ടാണ് കാത്തിരിക്കുന്നത്? നമ്മുടെ പ്രത്യാശ കർത്താവിലായിരിക്കട്ടെ. നാം കർത്താവിന് വേണ്ടി കാത്തിരുന്നാൽ, ഹല്ലേലൂയ, ഈ സങ്കീർത്തനക്കാരൻ 25 സങ്കീർത്തനത്തിൽ വീണ്ടും അത് അടിവരയിട്ട് പറയുന്നു, അവനെ കാത്തിരിക്കുന്ന ഒരുത്തരും നാണം കെട്ടു പോകത്തില്ല, ലജ്ജിച്ചു പോകത്തില്ല. ലജ്ജ അനുഭവിക്കാൻ ദൈവം അനുവദിക്കത്തില്ല. യെശയ്യാ പ്രവചനം 40-ാം അധ്യായം 31-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും, അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചു വരും. പിതാവിൻ്റെ, ഹല്ലേലൂയ, പ്രിയ ദൈവത്തിൻ്റെ പൈതലേ, നമുക്കുള്ള നമ്മുടെ പിതാവ്, ഹല്ലേലൂയ, നമ്മെ ശക്തീകരിക്കുന്നവനത്രേ, നമ്മെ ബലപ്പെടുത്തുന്ന പിതാവത്രേ. അവങ്കിലേക്ക് നമ്മുടെ, ഹല്ലേലൂയ, നോട്ടം വെച്ച് അവന് വേണ്ടി കാത്തിരിക്കാം. ഇത് അവസാനം പറയുന്നു, ഞാൻ പ്രാർത്ഥിക്കും, എൻ്റെ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവം ഉണ്ടെന്ന് ഉറപ്പ് വേണം. മത്തായി സുവിശേഷം 21-ാം അധ്യായം 22-ാം വാക്യത്തിൽ പറയുന്നു, വിശ്വാസത്തോടുകൂടെ പ്രാർത്ഥനയിൽ എന്തു പറഞ്ഞാലും എന്ത് യാചിച്ചാലും അത് സംഭവിക്കും. മല മാറിപ്പോകാനാണോ? ഹല്ലേലൂയ, അതുപോലും സംഭവിപ്പിക്കാൻ ദൈവത്തിന് സാധിക്കും. മല പോലത്തെ പ്രശ്നങ്ങളെ മാറ്റിക്കളയാൻ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് കഴിയും. 3 കാര്യങ്ങൾ പ്രവാചകൻ പറഞ്ഞത് നമുക്കും ജീവിതത്തിൽ പ്രായോഗിക തലത്തിൽ കൊണ്ടുവരാം. 1, ഹല്ലേലൂയ, നാം കർത്താവിങ്കിലേക്ക് നോക്കുക. 2, നാം കർത്താവിന് വേണ്ടി കാത്തിരിക്കുക. 3, നമുക്ക് അവനോട് വിളിച്ചപേക്ഷിക്കാം. അങ്ങനെയെങ്കിൽ നമ്മുടെ കർത്താവ് വിലാപത്തെ നൃത്തമാക്കി മാറ്റും, ലജ്ജയെ മാനമാക്കി മാറ്റും. നമ്മുടെ തല ഉയർത്തി നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തയേശുവിൽ ജയോത്സവമാക്കി നടത്തും. ഗോഡ് ബ്ലെസ് യു. ആമീൻ, ആമീൻ.